ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡേ 4 അങ്ങനെ ഹരിദ്വാറിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ ഹരിദ്വാർ ടു സോൻപ്രയാഗിലേക്കുള്ള ബസ്സിൽ കയറി. ഞാൻ കൂടുതലും ബസ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തത് റെഡ് ബസ്സിൽ നിന്നായിരുന്നു. ഏകദേശം എനിക്ക് 1000 രൂപയായിരുന്നു അന്ന് ഫെയർ ആയത്. അത് ഡിപ്പെൻസ് ആണ് കേട്ടോ, വേരി ചെയ്തുകൊണ്ടിരിക്കും, സീസണിലായിരിക്കും എനിക്കറിയില്ല. 800 ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 800 രൂപയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ദേ ഇവിടുന്ന് എന്നും രാവിലെ ഒരു ഏകദേശം 5-5:15 തൊട്ടാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 9 മണി വരെ കാണത്തുള്ളൂ. ബദ്രിനാഥ് ആണേലും സോൻപ്രയാഗ് ആണേലും അങ്ങനെ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലോട്ട് പോകുന്ന ബസ്സുകളൊക്കെ. ഞാനാണെങ്കിൽ 2 ദിവസം മുമ്പേ ബുക്ക് ചെയ്തായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ഇലകൾ തളിർക്കുന്നതൊക്കെ ഒരു ടൈമിലായിരുന്നു ഇതിലേ വന്നിരുന്നെങ്കിൽ ഒന്നുകൂടി ഭംഗിയാവുമായിരുന്നു. അങ്ങനെ ഋഷികേശ് എത്തി. ഇവിടെ ഒരു 5-10 മിനിറ്റോളം ബസ് സ്റ്റോപ്പ് ചെയ്തിടും. നമ്മൾ ഹരിദ്വാർ സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുക്കുന്ന പോലെ പലരും ഋഷികേശും സ്റ്റാർട്ടിംഗ് പോയിന്റായിട്ട് എടുക്കാറുണ്ട്. ഇവിടുന്ന് അത് മാത്രമല്ല, നമുക്ക് റെൻ്റൽ ബൈക്സ് യൂസ് ചെയ്തും അതുപോലെ തന്നെ ടാക്സികളൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിലും കുറേ കിട്ടും നമുക്ക് പോകാനായിട്ട്. അതിൽ പോകുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോകുന്ന വഴി ദേവപ്രയാഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ റിവറിൻ്റെ സംഗമങ്ങളൊക്കെ നടക്കുന്ന ഏരിയ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് നിർത്തി കണ്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും. പക്ഷേ ബസ്സിൽ പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ അവിടെ എങ്ങും ബസ് നിർത്തില്ല. നമുക്കല്ലാതെ കണ്ട് പാസ് ചെയ്യുമ്പോൾ കണ്ട് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഈ കാണുന്നതാണ് ദേവപ്രയാഗ് എന്ന് പറഞ്ഞ് 2 നദികൾ സംഗമിക്കുന്ന ഏരിയ. ഇവിടെ മെയിനായിട്ട് അളകനന്ദ ആൻഡ് ഭാഗീരഥി എന്ന് പറഞ്ഞ 2 നദികൾ മെർജ് ചെയ്തിട്ട് ഗംഗയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെ നല്ല സ്മൂത്തായിരുന്നു ട്രാവൽ. സീരിയസ്ലി ഈ ഒരു ഏരിയ തൊട്ടാണ് ശരിക്കും ട്രാവലെ മാറ്റിമറിച്ച് തുടങ്ങിയത്. ഇവിടെ ഞങ്ങൾ 3 മണി ആയപ്പോഴത്തേക്ക് എത്തിയതാണ്. ഏകദേശം ഒരു 6:30 വരെ ഇവിടെ ഉണ്ടായിരുന്നു. മുന്നോട്ടും ഒരു വണ്ടി പോലും കടത്തി വിടുന്നില്ലായിരുന്നു. ഭയങ്കര ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ജാം ആയിരുന്നു. സോൻപ്രയാഗിലേക്കും അതുപോലെ ബദ്രിനാഥിലേക്കും ഒക്കെ പോകുന്നിടത്ത് ഭയങ്കരമായിട്ട് റഷായിട്ട് വണ്ടികളൊന്നും പാർക്ക് പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാണ് സ്റ്റോപ്പ് ചെയ്തതൊക്കെ. അതിൻ്റെ ഇടയിൽ ഈ സെക്യൂരിറ്റീസ് നമ്മൾ കുറേ ഹെൽപ്പ് ചെയ്തു. ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാനാണേലും അതുപോലെ തന്നെ നമ്മളൊക്കെ ആണെങ്കിലും 1-2 ബോട്ടിലൊക്കെ വെള്ളമല്ലേ കയ്യിൽ കരുതത്തുള്ളൂ. ആ ചുറ്റുപാടും കടകൾ പോലും ഇല്ലായിരുന്നു. അപ്പം വെള്ളമൊക്കെ ആണെങ്കിലും കുടിക്കാനായിട്ട് തന്നെ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവർ. അങ്ങനെ വീണ്ടും അവിടുന്ന് പതിയെ കുറച്ച് നേരം മുന്നോട്ട് പോകും, അതുപോലെ തന്നെ നിർത്തും, കുറച്ച് നേരം മുന്നോട്ട് പോകും, അതുപോലെ തന്നെ നിർത്തും. ഇവിടുന്ന് എൻ്റെ ട്രാവൽ കാൽക്കുലേഷനെ തെറ്റിയായിരുന്നു. ഞാൻ ഏകദേശം 5 മണിയോടുകൂടി വൈകിട്ട് നമ്മൾ ഗൗരികുണ്ടിൽ സോൻപ്രയാഗിൽ എത്തുമെന്ന് പറഞ്ഞെടുത്ത് ഇത് ഏകദേശം ഒരു 8:30 ഇപ്പോഴായി. എന്നിട്ട് നമ്മൾ പാതി വഴി പോലും ആയില്ല. ഇനി ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 80 കിലോമീറ്ററോടെയും സഞ്ചരിക്കാനുണ്ട് കേദാർനാഥിലേക്ക്. ഇതിൻ്റെ ഇടയിൽ ഡ്രൈവേഴ്സ് പറഞ്ഞു മുന്നോട്ട് കടത്തി വിട്ടത്തില്ല, സോ നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ ഇവിടെ ഇറങ്ങാം, വരുന്നവർക്ക് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതിപ്പോൾ ഒരു രുദ്രപ്രയാഗ് എന്ന് പറഞ്ഞ പ്ലേസിലെത്തിയായിരുന്നു. അപ്പോൾ അത് പോലീസുകാർ നമ്മളുടെ അടുത്ത് മുകളിലോട്ട് കയറി പൊക്കോ, പറയുമ്പം വിടാം അല്ലെങ്കിൽ തിരിച്ചു പോകണമെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിരുന്നു. എന്തോ ദൈവഭാഗ്യം കൊണ്ട് ചെക്ക് ചെയ്തിട്ട് ഞങ്ങളെ വീണ്ടും മുന്നോട്ട് കടത്തി വിട്ടേക്കുകയാണ്. ഒരു ധാരണയില്ലാതെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത്. അപ്പോൾ ശരിക്കും ഭയങ്കര ഹാപ്പിയായി. കാരണം മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവർ നമ്മളെ അതായത് റഷ് കൂടുതലായതുകൊണ്ട് ക്യാൻസൽ ചെയ്യുമോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഓൾറെഡി അവർ ഓഫ്ലൈൻ രജിസ്ട്രേഷൻസ് എല്ലാം ഒരാഴ്ചത്തേക്ക് ക്യാൻസൽ ചെയ്തായിരുന്നു. ഇത് ഏകദേശം ഒരു 1:30 ആയപ്പോഴും നമ്മൾ ഭയങ്കര ഒരു ഹെവി ട്രാഫിക് ആയിരുന്നു. അങ്ങോട്ടും മുന്നോട്ടും ഫ്രണ്ടിലോട്ടും വണ്ടി പോകുന്നില്ല, ബാക്കിലോട്ടും വണ്ടി പോകുന്നില്ല, അപ്പുറത്തൂടെയും പോകുന്നില്ല, ഇപ്പുറത്തൂടെയും പോകുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഇത്. ഇതിപ്പോൾ ഏകദേശം രാവിലെ 5:30 ആയി സമയം. നമ്മളിപ്പോൾ ഒരു ഫാട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് ഹെലികോപ്റ്റർ സർവീസ് കേദാർനാഥിലേക്ക് ഉള്ളടമാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 8-8:30 പോലെ തോന്നും. ഈ സ്ഥലം കണ്ടു തുടങ്ങിയപ്പോൾ ദൈവമേ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എത്തിയാൽ മതി എന്നൊരാഗ്രഹമായിരുന്നു. ഇത് കണ്ട് കൊതി തോന്നിയിട്ടാണല്ലോ എന്നെപ്പോലെ പലരും കേദാർനാഥിലേക്കൊക്കെ പോകുന്നത്.
അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 7:30 എല്ലാവരും വെളിയിൽ ഇറങ്ങി നിന്നു. ഇനി ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ കൂടി ഉണ്ട് സോൻപ്രയാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. പലരും മുന്നോട്ട് നടന്നു തുടങ്ങി. അപ്പം അവരുടെ പിന്നാലെ ഞാനും അങ്ങ് നടന്നു തുടങ്ങി. പോകുന്ന വഴിയിലെല്ലാം ഞാൻ റൂം ചോദിച്ചായിരുന്നു പോയത്, പക്ഷേ എല്ലായിടത്തും ഫുള്ളായിരുന്നു. ഞാൻ ഓൾറെഡി ഗൗരികുണ്ടിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പക്ഷേ ക്യാൻസലായി. പിന്നെ ഇത്ര റഷായ കാരണം റൂമൊന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ നേരെ കാണുന്ന ആ ലോഡ്ജിൽ പിന്നെ ഞാൻ എൻ്റെ ബാഗൊക്കെ വെച്ചിട്ട് ഞാൻ 1 മണിക്കൂറത്തേക്ക് ഫ്രഷ് ആവാൻ മാത്രം അവരുടെ പെർമിഷൻ ചോദിച്ചു. എനിക്ക് റൂം അവർ തുറന്നു തന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഇന്ന് ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ നാളെ വൈകിട്ടത്തേക്ക് തിരിച്ചെത്തും, അപ്പോഴത്തേക്ക് ബാഗ് എടുത്തോളാം, അതുപോലെ തന്നെ എനിക്ക് റൂം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞ് ഒരു 4 ബെഡിൻ്റെ റൂം അവരെനിക്കൊരു 3000 രൂപയ്ക്ക് തന്നു. അതൊക്കെ അവിടുത്തെ റേറ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ അവിടെ സിംഗിൾ റൂമും ഡ്യുവൽ റൂമും കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനത്തെ ഒരു സിതാപൂർ എത്തുന്നതിന് മുമ്പ് തന്നെ ബ്ലോക്ക് തുടങ്ങി നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അത്യാവശ്യം പോലീസെല്ലാം നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം ഇടയ്ക്ക് കുറേ ആൾക്കാർ ചുമ്മാ കുത്തിക്കയറുന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരു 1-2 കിലോമീറ്ററോളം വലുതായിരുന്നു ഈ ക്യൂ എന്ന് പറയുന്നത്. ഇതിപ്പം വേണ്ട ഓൺലൈൻ രജിസ്ട്രേഷൻ ചെക്ക് ചെയ്യുന്ന ക്യൂ ആണ്. ഇവിടുന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മൾ അടുത്ത ക്യൂ എന്ന് പറയുന്നത് ഷെയർ ടാക്സിക്ക് വേണ്ടിയുള്ള ക്യൂ ആണ്. ഇത് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ക്യൂവിൻ്റെ ഇടയിൽ കുറേ ഉന്തും തള്ളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ കാണുന്ന അങ്കിളിൻ്റെ ഫാമിലി ഫുൾ ഫ്രണ്ടിലാണ്. അപ്പം അങ്കിൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നപ്പം എന്തോ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി ബാക്കിലേക്ക് വന്നതാണ്. പിന്നെ ആ നിൽക്കുന്നവരാരും അവരെ ഫ്രണ്ടിലോട്ട് കയറ്റി വിടുന്നില്ല. അങ്ങനെ കുറച്ചേറെ ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് താണ്ട് ആ ദൂരെ കാണുന്നതാണ് നമുക്ക് വേണ്ടിയുള്ള ഷെയർ ടാക്സികൾ. അപ്പോൾ ഈ പാലം എൻഡ് ചെയ്യുന്നിടത്ത് പോലീസ് നിൽപ്പുണ്ട്. കുറച്ച് പേരെ കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1:30 അപ്പോഴാണ് എനിക്കൊരു ഷെയർ ടാക്സി കിട്ടിയിട്ടുണ്ട്. ഞാൻ എങ്ങനെയൊക്കെയോ ചാടി കയറി അത് ഇങ്ങനെ ഇരിക്കുക. ഇവിടുന്ന് നമുക്കൊരു 3.5-4 കിലോമീറ്റർ ഉണ്ട് ഗൗരികുണ്ടിലേക്ക്. അതൊരു ചെറിയ ഇങ്ങനത്തെ നാരോ വഴിയാണ്. ഇനി ഒരു 1,500 മീറ്റർ ബാക്കി നിൽക്കുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ ഏകദേശം 1.5 കിലോമീറ്റർ ബ്ലോക്കായാണ് നമ്മൾ ഇത്രയും ഏരിയ വന്നത്. പിന്നെ എല്ലാവരും ഇറങ്ങി നടന്നപ്പോൾ ഞാനും അവരുടെ കൂട്ടത്തിൽ വീണ്ടും ഇറങ്ങി നടന്നു. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന പോലെ. ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കയറിയോണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സ്ഥലമൊക്കെ കണ്ടിട്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനത്തെ ഒക്കെ ഏരിയ. അങ്ങനെ ഫൈനലി ഞാൻ ഗൗരികുണ്ടിലെത്തി. എനിക്ക് അവിടുത്തെ ബേസ് ക്യാമ്പിൻ്റെയോ അല്ലെങ്കിൽ അവിടുത്തെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കയറി ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരുന്നു. ഒന്ന് ഫോൺ പിടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ. പിന്നെ ഇതുപോലെ കയറി പോകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കുതിരകളും അതുപോലെ തന്നെ തല ചുമന്നുകൊണ്ട് പോകുന്ന ആളുകളും ഒക്കെ ഉണ്ടാവും. ഈ കുതിരക്കാരധികം ശ്രദ്ധിക്കത്ത് പോലും ഇല്ല, നമ്മളെ ഇടിച്ചിട്ടിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ നടന്നു പോകുന്നെങ്കിൽ ഒന്നിൽ വീഴോ എന്തെങ്കിലുമൊക്കെ ആകും. പിന്നെ ഈ വഴികളൊക്കെ നിറയെ കുണ്ടും കുഴികളും ഒക്കെ ഉണ്ടാകും. അതിനകത്ത് ഈ കുതിരകളുടെ വേസ്റ്റുകളും അതുപോലെ തന്നെ മഴവെള്ളം കെട്ടി നിൽക്കുന്നതും ഫുള്ളി തെന്നിയാണ് കിടക്കുന്നത്. ഇറങ്ങി വരുമ്പോഴാണ് തെന്നി വീഴാനുള്ള ചാൻസസ് കൂടുതൽ. കയറി പോകുമ്പോൾ അത്രയില്ല, എങ്കിൽ പോലും ഈ ഇടിച്ചിട്ടുന്നതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അധികം വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പോകത്തില്ല. ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ കുറേ കടകളും ഇതുപോലെ വെയിറ്റ് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഉണ്ടാവും. ഇവിടെ മാഗിയൊക്കെയാണ് കയറിക്കൊണ്ടിരിക്കും തോറും നമുക്ക് മാഗിയൊക്കെ ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. ഏകദേശം ഇതുപോലെ അടുത്തടുത്ത് തന്നെയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലം. അതുപോലെ കുതിരയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ഏരിയ ഒക്കെ കുറേ ഉണ്ട്. ഇതൊരു 10:30 ആയി തുടങ്ങി. ഞാൻ ഏകദേശം ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഒരു 3 മണി ടൈമിലായിരുന്നു എന്ന് തോന്നുന്നു. ഇതുവരെ എല്ലാം നൈസായിട്ടായിരുന്നു പോയത്. പക്ഷേ ഏകദേശം എനിക്ക് തോന്നുന്നു മൊത്തം കേദാർനാഥിലേക്ക് 3583 മീറ്ററാണ് സീ ലെവലിൽ നിന്ന്. നമുക്ക് ഒരു 1500 മീറ്ററൊക്കെ കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 2000 മീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ ഇഷ്യൂസ് വന്നു തുടങ്ങും. അപ്പോൾ എനിക്ക് ഏകദേശം ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ ഇഷ്യൂസ് എല്ലാം തുടങ്ങിയായിരുന്നു. ബ്രീത്തിങ്ങിൻ്റെ നല്ല ഇഷ്യൂസ് തുടങ്ങി. അതുപോലെ തന്നെ ചെസ്റ്റ് ഭയങ്കര ഹെവി ആകാനായിട്ട് തുടങ്ങി. ശ്വാസം എടുക്കുന്നത്
ശരിക്കും എനിക്ക് ഒരു 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ പോലും എനിക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നു തുടങ്ങിയായിരുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാനൊരു ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് ട്രെക്ക് ചെയ്യുന്നത്. അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് വന്നു തുടങ്ങി. അപ്പം ഞാൻ ഒരിക്കലും ഒരു കുതിരേൻ്റെ സർവീസ് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല അങ്ങോട്ട് പോയത് പോലും. തിരിച്ചിറങ്ങണമെങ്കിൽ ഇനി എനിക്കൊരു 10-16 കിലോമീറ്റർ മേലെ താഴോട്ട് ട്രെക്ക് ചെയ്യണം. മേളിലോട്ടാണ് എനിക്ക് ഏകദേശം ഒരു 6 കിലോമീറ്റർ കൂടി ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഫൈനലി ഞാൻ ഇവരെന്നെ ടെമ്പിൾ വരെ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിതിൽ കയറിയത്. പക്ഷേ നമുക്കറിയില്ലല്ലോ, ടെമ്പിൾ വരെ പോവില്ല. അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മുമ്പ് വരെയാണ് കുതിരകളുടെ ബേസ് ഉള്ളതെന്ന് അറിയില്ല. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലായത്. അങ്ങനെ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ എല്ല് വരെയും കോച്ചുന്ന പോലെ എനിക്ക് തണുപ്പ് കൂടുന്നതനുസരിച്ച് തോന്നി തുടങ്ങിയെന്ന്. ആ 10 ആയപ്പോഴത്തേക്ക് 11 ഡിഗ്രി ആയിരുന്നു അവിടുത്തെ ടെമ്പറേച്ചർ കാണിച്ചത്. പിന്നെ മുന്നോട്ട് കയറുന്തോറും അത് താഴാൻ തുടങ്ങിയത് നമുക്ക് തന്നെ മനസ്സിലാവും. ബോഡിയിൽ തണുപ്പ് കയറുന്നത് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരോട് ഇടയ്ക്കൊക്കെ വർത്തമാനം പറയാൻ പറഞ്ഞു. അവരങ്ങ് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു, ഇടയ്ക്കൊക്കെ നിർത്തി. അങ്ങനെ ഏകദേശം അവരുടെ ബേസിലെത്തിയപ്പോഴത്തേക്ക് 4 ഡിഗ്രി ആയിരുന്നു. എൻ്റെ കൈയൊക്കെ ഒരുമാതിരി കോച്ചുന്ന ഒരവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് ഒരു ടെൻറ്റിലേക്ക് കയറിയ മാത്രം ഓർമ്മയുണ്ട്. എന്നിട്ട് അവിടുത്തെ ആ പയ്യൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ബ്ലാങ്കറ്റ് വെച്ച് എനിക്കത് മൂടി തരാം. കാരണം ബ്ലാങ്കറ്റ് എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. സോ അടുത്ത എൻ്റെ വീഡിയോ കേദാറിലേതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.